ഭാരതീയ സംസ്കാരത്തിൽ ഭക്തിയും ആത്മീയതയും എന്നും വലിയ സ്ഥാനമാണ് അലങ്കരിക്കുന്നത്. എന്നാൽ പലപ്പോഴും സമാധാനം തേടിയുള്ള ഈ യാത്രകൾക്ക് പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുണ്ടെന്നത് ഒരു വാസ്തവമാണ്. ലോകമെമ്പാടുമുള്ള ഭക്തരുടെ പിന്തുണയും കൃത്യമായ ബിസിനസ് തന്ത്രങ്ങളും ഉപയോഗിച്ച് ഏറ്റവും ധനികരായി മാറിയ 10 ആത്മീയ ഗുരുക്കന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. 10ാം സ്ഥാനത്ത് രാമകഥ പ്രഭാഷണങ്ങളിലൂടെ ലോകപ്രശസ്തനായ മൊരാരി ബാപ്പുവാണ്. ഗുജറാത്ത് സ്വദേശിയായ ഇദ്ദേഹം കഴിഞ്ഞ 50 വർഷത്തിലേറെയായി രാമായണത്തെ ആസ്പദമാക്കി പ്രഭാഷണങ്ങൾ നടത്തുന്നു. ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലും ഇദ്ദേഹം നടത്തുന്ന പ്രഭാഷണങ്ങൾക്ക് വലിയ സ്പോൺസർഷിപ്പുകളും ഭക്തരുടെ സംഭാവനകളും ലഭിക്കാറുണ്ട്. ഏകദേശം 45 കോടി രൂപയുടെ ആസ്തിയാണ് ഇദ്ദേഹത്തിന്റെ ട്രസ്റ്റുകൾക്ക് കീഴിലുള്ളതെന്ന് കണക്കാക്കപ്പെടുന്നു. 9ാം സ്ഥാനത്ത് വരുന്നത് ശിവയോഗ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ അവധൂത് ശിവാനന്ദ് ജിയാണ്. ധ്യാനത്തിലൂടെയും കോസ്മിക് എനർജിയിലൂടെയും രോഗങ്ങൾ മാറ്റാമെന്ന് അവകാശപ്പെടുന്ന ഇദ്ദേഹത്തിന് ലോകമെമ്പാടും അനുയായികളുണ്ട്. ഇദ്ദേഹം നടത്തുന്ന പെയ്ഡ് വർക്ക്ഷോപ്പുകളും ആത്മീയ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും വഴി ഏകദേശം 43 മുതൽ 45 കോടി രൂപ വരെയുള്ള ആസ്തി ഇദ്ദേഹം കെട്ടിപ്പടുത്തിട്ടുണ്ട്. 8ാം സ്ഥാനത്തുള്ളത് പ്രശസ്ത ക്രൈസ്തവ ആത്മീയ പ്രഭാഷകനായ ഡോക്ടർ പോൾ ദിനകരനാണ്. ജീസസ് കോൾസ് എന്ന വലിയ മിനിസ്ട്രിയുടെ തലവനായ ഇദ്ദേഹം കോയമ്പത്തൂരിലെ പ്രശസ്തമായ കരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ചാൻസലർ കൂടിയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള വരുമാനവും വിശ്വാസികളുടെ വലിയ തോതിലുള്ള ഡൊണേഷനും വഴി ഏകദേശം 45 കോടി രൂപയിലധികം ആസ്തി ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ട്. 7ാം സ്ഥാനത്ത് പതഞ്ജലി ആയുർവേദയുടെ മുഖമായ ബാബ രാംദേവ് വരുന്നു. യോഗയിലൂടെ ഭാരതീയരുടെ മനസ്സിൽ ഇടം പിടിച്ച ഇദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ FMCG മേഖലയെ തന്നെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ആസ്തിയേക്കാൾ ഉപരി ഇദ്ദേഹം നയിക്കുന്ന ബിസിനസ് ഗ്രൂപ്പിന്റെ മൂല്യം ഏകദേശം 1600 കോടി രൂപയിലധികം വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 6ാം സ്ഥാനത്തുള്ളത് പതഞ്ജലി ഗ്രൂപ്പിന്റെ യഥാർത്ഥ ഉടമയായ ആചാര്യ ബാലകൃഷ്ണയാണ്. ബാബ രാംദേവിന്റെ ഉറ്റ സുഹൃത്തായ ഇദ്ദേഹത്തിന്റെ പേരിലാണ് പതഞ്ജലിയുടെ 90% ഓഹരികളുമുള്ളത്. ഫോർബ്സ് മാസികയുടെ കണക്കനുസരിച്ച് ഏകദേശം 18,000 കോടി രൂപയ്ക്ക് മുകളിൽ ആസ്തിയുള്ള ഇദ്ദേഹം ആത്മീയ മേഖലയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ്. 5ാം സ്ഥാനത്ത് വരുന്നത് കേരളത്തിന്റെ സ്വന്തം മാതാ അമൃതാനന്ദമയ്യാണ്. കെട്ടിപ്പിടിക്കുന്ന വിശുദ്ധ എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ ആസ്തി ഏകദേശം 1500 കോടി രൂപയായി കണക്കാക്കപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള അമൃതാനന്ദമയി മഠത്തിന്റെ കീഴിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, പ്രശസ്തമായ സർവകലാശാലകൾ, വിദേശ രാജ്യങ്ങളിലെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയെല്ലാം ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക കരുത്ത് വിളിച്ചോതുന്നു. 4ാം സ്ഥാനത്തുള്ളത് ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷന്റെ സ്ഥാപകനായ ശ്രീ രവിശങ്കറാണ്. സുദർശനക്രിയ എന്ന ശ്വസന വ്യായാമത്തിലൂടെ ലോകത്തെ യോഗ പഠിപ്പിച്ച ഇദ്ദേഹത്തിന് 150-ലധികം രാജ്യങ്ങളിൽ സാന്നിധ്യമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ, പെയ്ഡ് കോഴ്സുകൾ എന്നിവ വഴി 1000 കോടി രൂപയിലധികം ആസ്തി ഇദ്ദേഹത്തിന്റെ ട്രസ്റ്റുകൾക്ക് കീഴിലുണ്ട്. 3ാം സ്ഥാനത്ത് ഡെറാ സച്ച സൗദ തലവൻ ഗുർമീത് റാം റഹീം സിംഗ് ആണ്. ഹരിയാനയും പഞ്ചാബും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിന് സ്വന്തമായി ഹോട്ടലുകൾ, സിനിമാ തിയേറ്ററുകൾ, ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമികൾ എന്നിവയുണ്ട്. നിലവിൽ ശിക്ഷ അനുഭവിക്കുകയാണെങ്കിലും ഏകദേശം 1500 കോടി രൂപയുടെ വലിയൊരു സാമ്പത്തിക സാമ്രാജ്യം ഇദ്ദേഹം നിലനിർത്തുന്നു. 2ാം സ്ഥാനത്ത് വരുന്നത് വിവാദ നായകനായ ആശാറാം ബാപ്പുവാണ്. കേസുകളിൽ അകപ്പെട്ട് ജയിലിലാണെങ്കിലും ഇന്ത്യയിലുടനീളം 400-ലധികം ആശ്രമങ്ങളും 17,000-ഓളം ബാൽ സംസ്കാർ കേന്ദ്രങ്ങളും ഇദ്ദേഹത്തിന്റെ ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലുണ്ട്. കുക്കിംഗ് ഓയിൽ മുതൽ വിവിധ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ വരെ നിർമ്മിക്കുന്ന വലിയ ഫാക്ടറികളിലൂടെ ഏകദേശം 5000 കോടി രൂപയുടെ ആസ്തി ഇദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. 1ാം സ്ഥാനത്ത് ഇരിക്കുന്നത് സ്വാമി നിത്യാനന്ദയാണ്. ഇന്ത്യയിൽ നിന്ന് നാടുവിട്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ ആസ്തി ഏകദേശം 10,000 കോടി രൂപയോളം വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൈലാസ എന്ന പേരിൽ സ്വന്തമായി രാജ്യം സ്ഥാപിച്ചെന്നും ഇന്റർനെറ്റിലൂടെ ആത്മീയ ക്ലാസുകൾ നൽകുന്നും അവകാശപ്പെടുന്ന ഇദ്ദേഹത്തിന് ലോകമെമ്പാടും വില കൂടിയ ഭൂമികളും സ്വർണശേഖരവുമുണ്ട്. ആത്മീയതയെ ഒരു ആഗോള ബ്രാൻഡാക്കി മാറ്റിയ ഈ 10 പേരും വിശ്വാസത്തിന് പിന്നിലെ വലിയൊരു സാമ്പത്തിക യാഥാർത്ഥ്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്.